ഇന്ന് നമ്മൾ 2026 നാലാമത്തെ ആഴ്ചയിലാണ്. വിദേശ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടുള്ള ഓരോ പ്രധാനപ്പെട്ട പോയിന്റ്സിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഓരോ ആഴ്ചയിലും നടത്തുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതെന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. പലപ്പോഴും എല്ലാവരും പെട്ടെന്ന് അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഉത്തരം അതിൻ്റെ സാമ്പത്തികമായ ഒരു നേട്ടത്തിനെ കുറിച്ചാണ്. കാരണം പലപ്പോഴും അവർ പറയാറുണ്ട്, വിദേശ വിദ്യാഭ്യാസത്തിൽ കൂടി വളരെ ഉന്നതമായൊരു ജോലി ലഭിക്കാം, അതിലൂടെ നല്ലൊരു കരിയർ പാത്ത് അവർക്ക് ഉണ്ടാക്കിയെടുക്കാം, വിദേശത്ത് ജീവിക്കുന്നതിൻ്റെതായിട്ടുള്ള മറ്റു പല ബെനിഫിറ്റ്സും അതിലൂടെ കിട്ടുന്നു. ഇതൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും പലപ്പോഴും പല മാതാപിതാക്കളും അവർ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ കണ്ടിരിക്കുന്നത് അവരുടെ കുട്ടികളുണ്ടായ വ്യക്തിത്വത്തിലെ മാറ്റമാണ്. കാരണം നമ്മൾ എപ്പോഴും കാണേണ്ടത് വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്ന ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറും ഒരു ഇൻ്റർനാഷണൽ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പല മാറ്റങ്ങളിനേക്കാളും ഉപരി നിങ്ങളെ അതൊരു എങ്ങനെയുള്ളൊരു വ്യക്തിയാക്കി അത് മാറ്റിയെടുക്കുന്നു എന്നുള്ളതിൽ കൂടി വേണം നിങ്ങളിതിനെ കാണാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ നാട്ടിലുള്ളൊരു ഇതേപോലൊരു വിദ്യാഭ്യാസത്തിന് ശേഷം നിങ്ങളുടെ ഒരു വ്യക്തിത്വം എങ്ങനെയായിരിക്കുന്നു അതിനേക്കാളും 10 മടങ്ങ് വ്യത്യാസമുള്ള ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ളൊരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് വിദേശ വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കി അതാണ് നിങ്ങളുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്പർ 1. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ കുട്ടികൾ പലപ്പോഴും ഡിഗ്രി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഈവൻ മാസ്റ്റേഴ്സ് കഴിയുന്ന കുട്ടികൾ പോലും പലപ്പോഴും അവരുടെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് മാതാപിതാക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ വിദേശ വിദ്യാഭ്യാസത്തിൽ പോകുന്ന പല കുട്ടികളെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. വിദേശ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്, മിക്കവാറും ഇപ്പോൾ US കാനഡയോ ഓസ്ട്രേലിയയോ UK ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ചെല്ലുന്ന ഈ ക്യാമ്പസുകളിൽ ഇന്ത്യയിൽ നിന്നും മാത്രമല്ല ലോകത്തിൻ്റെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളോടൊപ്പം അവർക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ കൂടി അവർക്ക് കിട്ടുന്ന ഒരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റിയും അതുവഴി അവരുടെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങളും ഒപ്പം അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ്മെൻറ്റും ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്.